ഹലോ, ഇത് നമ്മുടെ സീരീസിൻ്റെ പാർട്ട് 3 ആണ്. ഹായ്, എൻ്റെ പേര് ദിവ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് സുഖമാണ്. അപ്പം ഞങ്ങൾ പുതിയ വീട്ടിൽ കൊണ്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട്, പുതിയ വീട് വാടക വീടാണ്, ഓക്കെ. അപ്പോൾ വെച്ചിട്ട് ഞങ്ങളുടെ പഴയ വാടക വീട്ടിലോട്ട് വന്നു. അതായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന വീട്. അതായത് ഇപ്പോൾ അതാ നിൽക്കുന്ന വീട് ഇതാണ്. ആൻഡ് ഇവിടെ ഇനി കുറച്ചും കൂടെ വൃത്തിയാക്കണം. ഞങ്ങൾ അവിടെ കൊണ്ട് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നു. ആക്ച്വലി ഇങ്ങനെ ഇത് നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലമാണ്. അതായത് ഞാൻ എൻ്റെ റീൽസൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്നും അപ്പുറത്തെ മിററിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ ഒതുക്കുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കുന്ന കാര്യമായിരുന്നു, ഞങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് മാറിയപ്പോൾ ഇതുപോലെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വെക്കണമായിരുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നില്ല. മാനസികാവസ്ഥ അങ്ങനെയല്ലായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് ഭ്രാന്തെടുത്ത് നടന്ന സമയമാണ്. അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എടുത്തു വെച്ചിരുന്നെങ്കിൽ അതും എനിക്കിങ്ങനെ ഇടയ്ക്കൊക്കെ എടുത്ത് കാണാമായിരുന്നു. അമ്മയ്ക്ക് എവിടെയോ പോകാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലായിടവും ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തില്ല. എന്തായാലും ഒന്നും കൂടെ തൂക്കിയും തുടക്കുകയും കഴുകുകയൊക്കെ വേണം. ഞങ്ങൾ മാറുമ്പോൾ മൊത്തത്തിൽ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യണമല്ലോ. പക്ഷെ അതുവരെ ഞങ്ങൾ കിടക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആദ്യം ഈ റൂമിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് അടുക്കി പറക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് അമ്മ നാരങ്ങ വെള്ളം കൊണ്ടുവന്ന്, ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് BP ലോ അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ടൊക്കെ നിന്ന് ചെയ്യൂ കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനും ഇതുപോലെ ഇങ്ങനെ ചെയ്യാനും ഒക്കെ. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ബട്ട് ഉള്ളിൽ കുറേ വിഷമമൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു പോലെ. എന്നാലും ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ റൂമിൽ നിന്ന് കുറേ സാധനങ്ങളിങ്ങനെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റണം. ഇവിടെ ചെറുതായിട്ടൊക്കെ വലയൊക്കെ ഉണ്ട്, പൊടിയൊക്കെ ഉണ്ട്. പൊടിയും വലയും മീൻസ് ഞാൻ അവിടെയാണല്ലോ കുറച്ച് സാധനങ്ങൾ വെച്ചിരുന്നത്. അതിൻ്റെ പുറകിലൊക്കെ വല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് ഈ റൂം ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കിയത്. അതാകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ മാത്രം ഇങ്ങനെ സൈഡാക്കി വെച്ചാൽ മതിയല്ലോ. അല്ലാണ്ട് ഇങ്ങനെ കൊലഞ്ഞല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കിയിട്ട് ഇങ്ങനെ പൊടി അടിക്കുകയാണ്. അപ്പോൾ എനിക്ക് പേടിയുണ്ട്, ഞാൻ തുമ്മുമെന്ന്. അങ്ങനെ പേടിച്ചാണ് ഞാൻ ചെയ്തത്. വലുതായിട്ട് തുമ്മിയില്ലെങ്കിലും ഒരു 2-3 തുമ്മലിൽ ഒതുങ്ങി. ഭാഗ്യം. നിർത്താതെ തുമ്മേണ്ടി വന്നില്ല. ഇതുവരെയായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. അതിന് കാരണം ഞാനിവിടെയൊക്കെ പൊടിയൊക്കെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി. അപ്പോൾ തന്നെ റൂമിൽ കയറാനും ഹോളിൽ കയറാനും അടുക്കളയിൽ പോകാനൊക്കെ. അടുക്കളയിൽ കുറച്ച് പൊടിയുണ്ട്, അവിടെ ശരിക്കും ഒന്നും ക്ലീൻ ചെയ്തില്ല. എന്നാൽ പോലും ബാക്കി എല്ലാ സ്ഥലത്തും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. അപ്പം ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഫുഡ് ചെയ്യാൻ പോയി. കാരണം എല്ലാം മുഖ്യമാണല്ലോ, നമുക്ക് ഫുഡാണ് മുഖ്യം. അപ്പോൾ ആദ്യം അത് കഴിച്ചു. പിന്നെ ബാക്കി പരിപാടി ഇവിടെ നിന്ന് തുടങ്ങും. എങ്ങനെ തുടങ്ങും? കാരണം റൂമിൽ നിന്നൊക്കെ കൊണ്ടിട്ടത് ഹോളിലാണ്. അപ്പോൾ ഹോളും വൃത്തിയാക്കണമല്ലോ. അപ്പോൾ കുറച്ച് തുണിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ മടക്കി വെക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇതിന് മാത്രം തുണി എവിടെ നിന്നാണ് ഈശ്വരാന്ന്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചതൊക്കെയാണല്ലോ. അതിൽ ചിലതൊക്കെ വേണ്ടാണ്ട് ഇട്ടിട്ട് പോയതാണ്. ബാക്കിയെല്ലാം അങ്ങാക്കി. ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണല്ലോ ഇത്. അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ടുള്ള സീനാണ് ഇതാ കാണിച്ചു കൂട്ടുന്നത്. അല്ലാണ്ട് എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ അങ്ങ് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാലും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്തേക്ക് വന്നു, അപ്പുറത്തു നിന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് വന്നു. കാരണം കൺഫ്യൂഷൻ ഏതൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെയാണ് വേണ്ടാത്തത്, അങ്ങനെയൊക്കെ. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ ദയാദാക്ഷിണ്യം ഇല്ലാതെ ഞാൻ കുറേയൊക്കെ ഒഴിവാക്കി. ഈ കണക്കുന്നൊക്കെ നമുക്ക് വേണം. കണക്കുന്ന മയിൽപ്പീലി അങ്ങനെ. അമ്മയ്ക്ക് എവിടെ പോകാനുണ്ട്. അപ്പം അമ്മ റെഡി ആവാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. തിരിച്ച് ഞാൻ നമ്മുടെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് വന്നു. അവിടെ വന്നിട്ടും ഞാനിങ്ങനെ ഓരോന്ന് ക്ലീൻ ചെയ്യാണ്. അതെൻ്റെ കബോർഡാണ്. പഴയ വീട്ടിൽ എൻ്റെ കബോർഡായിരുന്നതാണ്. അതിൽ മിററൊന്നുമില്ല. അങ്ങനെ ഞാൻ ഈ ഓരോ റൂമിൽ കയറിയിട്ട് ഇങ്ങനെ ഒഴിവാക്കുകയാണ് ഓരോ സാധനം. അനിയൻ്റെ റൂമിൽ കയറിയിട്ടുണ്ടായില്ല. കാരണം അവനല്ലേ അറിയുള്ളൂ അവന് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്താണ് അങ്ങനെയൊക്കെ. ഡ്രസ്സൊക്കെ അവൻ ഓൾറെഡി സെറ്റ് ചെയ്തു. പക്ഷെ ബാക്കിയുള്ളത് ഇപ്പോഴും അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ഈ കർട്ടൻ അമ്മ എങ്ങനെ അഴിക്കും, ഇനി കർട്ടനൊക്കെ അഴിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് നമുക്ക് തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ കയറി കർട്ടനൊക്കെ അഴിച്ചു. അതും ഭയങ്കര സന്തോഷം. പൊടി ഉണ്ടാവും, തുമ്മും എന്നൊക്കെ പേടിച്ചു. ഒന്ന് മോന്ത കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഷോള് പോലും ഇല്ല. ബാക്കിയെല്ലാം കൊടുത്തേച്ചു.
പിന്നെ അമ്മയ്ക്കിടാനുള്ള കുറച്ച് ചുരിദാറും ഷോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ പേടിച്ചൊക്കെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. പക്ഷെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു സമാധാനമൊക്കെ കിട്ടുന്നുണ്ട്. വെറുതെ ഒരിടത്തിരുന്നെങ്കിൽ ബോറടിച്ച് കൊണ്ടാരാണ് ഞാൻ. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഹെൽപ്പ് ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വന്നിട്ട് കൊള്ളാമല്ലോ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതൊക്കെ ചെയ്തതിന് ശേഷം എല്ലാം ചെയ്തിട്ട് അമ്മ പുറത്ത് പോവുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും അയ്യോ പാവം എൻ്റെ കൊച്ച് ഒറ്റയ്ക്കെല്ലാം ചെയ്തല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പുകഴ്ത്തുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്നാൽ ശരി പൈസ എടുക്കൂ എന്നൊക്കെ അങ്ങനെ ജസ്റ്റ് കിഡിങ് ഗൈസ്. അങ്ങനെ ഞാൻ എല്ലാം വൃത്തിയാക്കി. അപ്പോൾ തൂക്കുന്നതൊക്കെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉടനെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എനിക്കറിയാം ഇത് നിർത്താൻ സമയമായി. ഞങ്ങളിനിയിപ്പോൾ മാറുമ്പോഴായിരിക്കും അടുത്ത പാർട്ട് ഇടുക. അതുവരേക്കും റെസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കൊണ്ടുപോകേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ അടുത്തിനി ഉടനെ വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ല കിച്ചൺ ക്ലീൻ ചെയ്തിട്ടില്ല, കാരണം ഞങ്ങൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഈ സീനൊക്കെ. അപ്പോൾ നെക്സ്റ്റ് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓടിപ്പോയി ഷോർട്ട് വീഡിയോ കൂടെ കാണാം, ഞാൻ അത് അപ്ലോഡ് ചെയ്യാം എന്തായാലും. അപ്പോൾ ബൈ.